നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് പച്ചരി കൊണ്ട് വെള്ള നിവേദ്യം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇതൊരു ഉരുളിയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് അരി. ഇനി നമുക്ക് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ഈ അരി 3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകി നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉരുളിയിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് പച്ചരി വേവും, അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം വെച്ചാൽ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വറ്റുന്നവരെ ആകുമ്പോൾ നമ്മുടെ ഈ നിവേദ്യം നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ അധികം വേവണ്ട നമുക്ക്, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനിയും ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞു. ഇനിയും 2 തിളയും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് പച്ചരി വേവും. വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഉരുളിലേക്ക് നമുക്ക് പകർത്താം. നമ്മുടെ വെള്ള നിവേദ്യമൊക്കെ വെന്തു റെഡിയായി. നമ്മൾ ഒരു ഉരുളിയിലേക്ക് നമ്മൾ പടച്ചെടുത്തു. എന്തായാലും നമുക്ക് പച്ചരി കൊണ്ടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയത്. ഉണക്കലരി ആണെങ്കിൽ നമുക്ക് താമസിക്കും. എന്തായാലും ഇങ്ങനെയുള്ള വെള്ള നിവേദ്യമൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ ഇത് നിവേദിച്ചിട്ടാണ് കഴിക്കുക. എന്തായാലും ഇനി നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.